അയാള് ഗൾഫിൽ ജോലി ചെയ്യുന്നത് എനിക്കറിയാം, അയാളെ ത്യാഗം എനിക്കറിയാം. ഞാൻ ചെറുപ്പക്കാരാ നിങ്ങളോടൊക്കെ പറയാ, 5:30 മണിക്ക് അയാൾ കട തുറക്കും. ഏത് നമ്മള് ബൂഫിയ കഫ്തേരിയ എന്നൊക്കെ പറയില്ലേ, ആ പെട്ടിക്കട 5:30 മണിക്ക്. ഉടമ വേറെയാണ്, അയാള് സ്വന്തം നടത്തുന്നല്ല. 2 മണി വരെ. 2 മണിക്ക് കട അടച്ചാ 4 മണിക്ക് തുറക്കണം. വൈകുന്നേരം 4 മണിക്ക് തുറന്ന രാത്രി 1:30 മണി വരെ ഈ സാധു. ഞാൻ അയാളോടൊക്കെ ചോദിച്ചു, നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് എങ്ങനെ മരിച്ച് കാശുണ്ടാക്കണോ ചോദിച്ചു. മുഹിബായ പ്രവർത്തകനാണ്, പറയാൻ ചോദിക്ക മഹബത്ത് കൊണ്ടുള്ള ചോദ്യ. നിങ്ങൾ ആർക്ക് വേണ്ടിയിട്ട് ഈ മരിച്ചു പൈസ ഉണ്ടാക്കണോ ചോദിച്ചു. അപ്പൊ ഇയാളിനോട് പറയാ, ഉസ്താദേ എന്റെ ഭാര്യ പച്ച പാവാണ്, അള്ളാഹു അവളുടെ 3-4 മക്കളെയും തന്നിട്ടുണ്ട്. ഇപ്പൊ അവള് വാടക വീട്ടിലാണ്, അവളെ കയ്യിൽ ഞാൻ കൊടുത്ത മഹറില്ലാത്തൊന്നുമില്ല. ഞാൻ ഉസ്താദന്മാരെത്തിയപ്പോ സഹോദരൻ പറഞ്ഞത് ഹിക്കായത്തൻ പറയാം, ഞാൻ ഇങ്ങനെ ഈ കട നടത്തിയിട്ട് എന്റെ ഭാര്യയ്ക്ക് ഒരു മാലയം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അയാൾ എന്നോട് പറഞ്ഞത് സന്തോഷം നോക്കി നിങ്ങൾ. അപ്പൊ ഈ മനുഷ്യൻ പറയാ, ഞാൻ ഇങ്ങനെ ഒരു കൊച്ചു വീട്, ഇയാള് 1:30 മണിക്ക് കടയടച്ച രാത്രി 2 കുബൂസ് വാങ്ങി വരും, എന്നിട്ട് കറി ഉണ്ടാക്കും. ഞാൻ കണ്ട ആ റൂമിൽ താമസിച്ചിട്ടുണ്ട് ഞാൻ. അങ്ങനെ എന്നിട്ട് ആ മനുഷ്യന് കറിക്ക് തുടക്കം കുറിച്ചിട്ടാണ് നിസ്കരിക്കുക, ഹദ്ദാദും ചൊല്ലും. എന്നിട്ട് അത് കഴിച്ചു കിടക്കുമ്പോഴേക്ക് 2-2:30 ആ സാധു 5 മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ച് 5:30 കട തുറക്കും. നിങ്ങൾ ആ രംഗാലോചിച്ചു. ഇയാൾ എന്നോട് പറയാ, ഇങ്ങനെ ഒരു ചെറിയ വീടുണ്ടാക്കിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ് ഉദ്ഘാടനാണ് ഇപ്പൊ അതിന്റെ. അടുത്ത് ഞാൻ പോവുകയാണ്. ഇത്തിഫാക്കൽ ഞാനും അയാളും കോഴിക്കോട് എയർപോർട്ടിൽ അയാളുണ്ട്, ഞാനും. അങ്ങനെ ഞാൻ ചോദിച്ചു, എല്ലാ കൊണ്ടുപോകാനിപ്പോ? അപ്പൊ ഇയാള് പറയണ്ടേ, ഭാര്യ മക്കൾ പാവാണ്, ഭാര്യയൊക്കെ ഉണ്ട്, പച്ച പാവാണ്. എന്നോട് അവിടുന്ന് പറയേണ്ടത്. പുറത്തു വന്ന് നോക്കുമ്പോ മക്കളുണ്ട്, ഭാര്യയെ കാണാനില്ല. അപ്പൊ മൂത്ത കുട്ടിയോട് ഉമ്മ എവിടെ ചോദിച്ചപ്പോ മൂത്ത മകള് പറയാ, ഉപ്പാ ഉമ്മ ഇന്നലെ ചാടിപ്പോയി. നിങ്ങൾ ആ രംഗം ആലോചിച്ചോ. അള്ളാഹു കാക്കട്ടെ, കുറച്ച് കടുപ്പാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി.